ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന് കേരള അമീർ പി മുജീബ് റഹ്മാൻ. കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്നും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ലക്ഷ്യമിടുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി കാഞ്ഞങ്ങാട് ഏരിയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യകളും അടിസ്ഥാനമാക്കി നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും മുജീബ് റഹ്മാൻ വ്യക്തമാക്കി. അതുകൊണ്ട് ഇസ്ലാമിന് ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ അഭാവത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പ്രവാചകന്റെ ജന്മദിനം വരുന്ന ഘട്ടത്തിൽ 10,000-കണക്കിന് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് വലിയ പുസ്തകങ്ങൾ അവർക്ക് കൈമാറി, അവർക്ക് പഠിക്കാൻ കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ നടത്തി ഒരുപാട് ആളുകൾക്ക് ലൈബ്രറിയിലൂടെ, പോസ്റ്റൽ ലൈബ്രറിയിലൂടെ പുസ്തകം എത്തിച്ചു കൊടുത്ത്, എന്നിട്ട് അവർ ഇതുപോലുള്ള ആളുകൾ വിളിച്ചു ചേർത്ത് അവർക്ക് ചോദിക്കാനും പറയാനുള്ള അവസരം കൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് ആശയവിനിമയം നടത്തി. ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ, ആദർശവാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക് ഐഡിയോളജി എന്താണ് എന്ന് പകർന്നു കൊടുക്കാനുള്ള വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിലുടനീളം 24 സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട്. 24 സംസ്ഥാനങ്ങൾ. ചടങ്ങിൽ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി എസ് അബ്ദുള്ള അധ്യക്ഷനായി. അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, എ ഹമീദ് ഹാജി, സി മുഹമ്മദ് കുഞ്ഞി, ബി എം മുഹമ്മദ് കുഞ്ഞി, ടി മുഹമ്മദ് അസ്ലം, സുറൂർ മൊയ്തു ഹാജി, അഹമ്മദ് ബെസ്റ്റോ, പി കെ അബ്ദുള്ള കുഞ്ഞി, ഹമീദ് ചേനാക്കടത്ത്, അഹമ്മദ് കിർമാണി, ഖയ്യൂം പൂക്കുഞ്ഞ്, ഇസ്മായിൽ ഷൗക്കത്ത് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ടി കെ മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും മൊയ്തു ഇരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.